സമയം 2:30 ആയപ്പോൾ ആദ്യം 2 കട്ടൻ കുടിച്ച് തീർത്തു, വീണ്ടും 2 കട്ടൻ കുടിച്ച് തീർത്തു. സമയം പോകാനായിട്ട് ആ കടയിലെ മാങ്ങ, വഴിയിലൂടെ നടന്നു പോയപ്പോൾ മരത്തിലെ ഇലകൾ, പിന്നെ അവിടുത്തെ സൈൻ ബോർഡ്, പിന്നെ അവിടുത്തെ കുറച്ച് പൂക്കൾ, ഇതൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാങ് എത്തി. അങ്ങനെ വീണ്ടും 2 ചായ കുടിച്ചു. ഇതാണ് നമ്മൾ ചായ കുടിച്ച സ്പോട്ട്. പിന്നെ യാത്ര തുടങ്ങി. എന്തായാലും അടിപൊളി ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ട്രെയിനിൽ പോകാനാണ്. പിന്നെ മൂടും നടുവും വേദന എടുത്തപ്പോൾ ഒരു കടയിൽ നിർത്തിയിട്ട് കട്ടൻ ചായ കുടിച്ചു. അപ്പോഴത്തേക്ക് സമയം 5:30 ആയി. ഇനി എങ്ങനെ പോകണം, എവിടെ നിർത്തണം, ഏത് സ്പീഡിൽ പോകണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. 50-50 ഒട്ടായിരുന്നു പ്ലാനിങ്ങിനിടയിൽ. അങ്ങനെ പോയപ്പോൾ സത്യം പറയല്ലോ, ഈ ഒരു സമയത്തെ ട്രിപ്പ് സൂപ്പറാണ്. വെളുപ്പിനെ പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു സീനുണ്ടല്ലോ, ഇത് എപ്പോഴോ കണ്ട് മറന്ന പോലെ എൻ്റെ മൈൻഡിൽ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അടിപൊളിയാണ്. നൈസായിട്ടൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം ട്രെയിന് പോകാനാണ് തീരുമാനിച്ചത്. പെട്ടെന്നാണ് ബൈക്കിലോട്ടൊന്ന് മാറിയത്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല ട്രിപ്പായിരുന്നു. പിന്നെ കുറച്ച് നടുവിന് വേദനയൊക്കെ വരും, അതൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു പമ്പ് കണ്ടപ്പോൾ നിർത്തി വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് എപ്പോഴെങ്കിലും ഇതേപോലെ ട്രിപ്പ് പോകണം. അടിപൊളിയാണ്, സൂപ്പറാണ്, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് വീണ്ടും വഴി തെറ്റി. വീണ്ടും അല്ല, ഫസ്റ്റ് വഴി തെറ്റി. മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്ന് കൺഫ്യൂഷൻ അടിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി നേരെ പോയി ഒരു പമ്പ് അന്വേഷിച്ചാണ് ഈ പോകുന്നത്. അവിടെ എത്തിയപ്പം ഇത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല, 1 മാസമായെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അടുത്ത പമ്പ് അന്വേഷിച്ച് പോയി. ആ പമ്പിലെത്തിയപ്പോഴത്തേനും ഇവർ വണ്ടിയുടെ എയറൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കൊന്ന് സമാധാനമായി. മുട്ടിയൊക്കെ കെട്ടി വെച്ചത് ഒന്ന് അഴിച്ചിട്ടപ്പോഴത്തേക്ക് തന്നെ ഒരു നല്ലൊരു ഫീലായിരുന്നു. പിന്നെ നമുക്ക് ചായ കുടിക്കണം. ഈ കാണുന്ന പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്രെഡും ചീസും ആണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഓരോ പീസ് വെച്ച് വാങ്ങി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലൊരുത്തൻ കാര്യമായിട്ട് ന്യൂസ് പേപ്പർ നോക്കുന്നത്. എന്തായിരിക്കും ഇതൊക്കെ തന്നെ ആവും, അല്ലാതെ അവൻ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആരും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ ചായക്കട എവിടെയാണെന്ന് ചോദിച്ചാൽ സ്ഥലം എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ടേക്ക് എ ബ്രേക്ക് അത് മാത്രം കണ്ടോ ജഡായുപ്പാറ. ഇത് ഫസ്റ്റ് ടൈം കാണുന്ന ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണെന്ന് തോന്നില്ല, എല്ലാവർക്കും വെടിതെറ്റി. വീണ്ടും പിന്നെ വണ്ടിയൊക്കെ തിരിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോൾ ഇത്രമാത്രം പൊടി അടിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മുടെ കരിയോയിലൊക്കെ നമ്മുടെ ഫേസിൽ തേക്കില്ലേ, അതേമാതിരിയുള്ള ചെളിയായിരുന്നു കയ്യിലും കാലിലൊക്കെ. ഈ ഒരു അവസ്ഥയിൽ പോയാൽ ഞങ്ങളെ വീട്ടുകാർക്ക് മനസ്സിലാവില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങളൊരു കടയിൽ നിർത്തിയിട്ട് വെള്ളം, സോപ്പ് അതൊക്കെ വാങ്ങിയിട്ട് കാര്യമായിട്ട് മുഖമൊക്കെ കഴുകണേ. ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഞാൻ എടുക്കും, എല്ലാവരും ഞാൻ യൂട്യൂബിലിടും. അങ്ങനെ ഞങ്ങൾ മീനുൻ്റെ വീട്ടിലെത്തി, വെള്ളം കുടിച്ചു, സ്നാക്സ് കഴിച്ചു. നമ്മൾ വീണ്ടും പോകുന്നത് സ്റ്റേ ചെയ്യുന്ന റൂമിലോട്ടാണ്. അവിടെ പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഊണും കഴിച്ച് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ